ആരാ? ഞാൻ തന്നെ, ബാബു. ബാബു, ബാബു ആരാ അത്? മോനെ ഗോപാല, നീ വന്നോ മോനെ? നിന്നെ അന്വേഷിച്ച അമ്മാവൻ എവിടെയൊക്കെ ആളെ വിട്ടൂടാ. എന്തിന്? നീ പോയതിനു ശേഷം നമ്മുടെ ഗൗരിയുടെ കണ്ണ് തോർന്നിട്ടില്ല മോനെ. അവൾ അതിന് കാരണക്കാരനായവരെ നോക്കി രായും പയലും കുത്തി ഒരേ ഇരിപ്പ. നിന്നെ അല്ലാതെ വേറെ ആരെ നോക്കി കുത്തിയിരിക്കാനാ മോനെ? മോളെ ഗൗരിക്കുട്ടി, നിന്റെ ഗോപാലൻ ചേട്ടൻ വന്ന് നിൽക്കുന്ന പോലെ ഓടിവാ. ഗൗരിക്കുട്ടി എന്താ ഇങ്ങനെ? കിരൺകുമാർ, സിനിമാ ഭ്രാന്ത്. ഓഹോ, അപ്പൊ പ്രിന്റ് ഡെലിവറി എടുക്കാറായല്ലോ. ഗോപാലൻ ചേട്ടാ, എന്റെ അഭിമാനം രക്ഷിക്കണം. എനിക്ക് മാപ്പ് തരണം. എന്നെ കൈവെടിയരുത്. അമ്മവാ, ഇവക്ക് ഇന്നലെ വരെ ഞാൻ ശത്രുപ്രശ്നയായിരുന്നു. നീ നിന്റെ അമിത അച്ഛനോട് പറ ആ കൈ പിടിച്ചെന്റെ കയ്യിലോട്ട് തരാന്. ഞാൻ നിന്നെ സ്വീകരിക്കാം. മോനെ ഗോപാല, ഞങ്ങളുടെ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ കുഞ്ഞിനെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. ഗോപാല, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്നെങ്കിലും അവനെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ബാബു, വളരെ കാലമായി നമ്മൾ ഒന്നിച്ചു കഴിയാണ്, സഹോദരന്മാരെ പോലെ. തീർച്ചയായും ഈ അന്വേഷണത്തിൽ എന്നെ കൂടെ കൂട്ടണം. വളരെ സന്തോഷം. ഇതാ 1000 രൂപയുണ്ട്. ഇനി മേലിലെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നു പറയണം. അയ്യോ, 5000 ഇല്ലെങ്കിൽ എങ്ങനെയാ? ഇപ്പോഴിതേ ഉള്ളൂ, ഇതുകൊണ്ട് കൊടുക്കും. ആ പണം ഇപ്പൊ എന്തിനാ അയാൾക്ക് കൊടുക്കുന്നു? അനുകുട്ടി, എനിക്കെല്ലാം മനസ്സിലായി. ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ബന്ധം പുലർത്തുന്ന ഒരു പെണ്ണിന്റെ പേരിൽ നിങ്ങളുടെ സ്നേഹിതം മുതലെടുക്കുകയല്ലേ? മാനക്കേട് ഉണ്ടാവുമെന്ന് ഭയന്ന് അയാൾ ചോദിച്ചതെല്ലാം നിങ്ങൾ കൊടുത്തു. ഞാൻ അറിയുമെന്നായിരുന്നല്ലോ ഭയം. അറിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഈ മുതലെടുപ്പ് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. സണി, 5-6 വർഷങ്ങളായി നിങ്ങൾ വീണ്ടും ഇവിടെ പറ്റിക്കൂടാൻ ശ്രമിക്കുന്നു. ഇല്ലായ്മ കൊണ്ടാണെങ്കിൽ ഈ പണം വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളി. ഞാൻ പിച്ചയ്ക്ക് വന്നതല്ല. ഇതിനേക്കാൾ ഭേദം അതാണ്. ആ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഈ പേരും പറഞ്ഞ് ഇവിടെ വരരുത്. അന്നക്കുട്ടി, എന്നോട് ക്ഷമിക്കൂ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. എല്ലാ സുഖവും ദുഃഖവും പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കരുത്. അന്നക്കുട്ടി, ഇതിപ്പോൾ അവൾ നിങ്ങൾ അവമാനിക്കണം. ഇത് അവളുടെ അഹങ്കാരമാണ്. എന്തു വന്നാലും ശരി, ഇന്നോടെ ഈ ശല്യം അവസാനിപ്പിക്കണം. ആദിച്ചോണം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി അവളുടെ കഥ കഴിക്കണം. വെരി ഗുഡ്. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം കാര്യം ഞാൻ പ്ലാൻ ചെയ്തു തരാം. വരൂ, വരൂ. എന്നെ ഭക്ഷിക്കുന്ന വാനിയിലും ഞാൻ. കർത്താവേ, ഇതാരാ? നമ്മുടെ ബാബു ശോശാമയോ? എടി കുഞ്ഞേരേ, നീ ഇങ്ങോട്ട് വന്നാൽ ഇത് ആരാന്ന് നോക്കിട്ട്. അയ്യോ, ഇത് നമ്മുടെ ഏടത്തി കെട്ടിച്ച് വിട്ട ബാബുവും ശോശാമ്മയും തന്നെ. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നിട്ടില്ല അല്ലേ? മറക്കാൻ ഒക്കുവച്ചായ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത ദിവസങ്ങളല്ലേ ഞങ്ങളിവിടെ കഴിഞ്ഞത്. ആ ചേട്ടത്തി, കുഞ്ഞുങ്ങളൊക്കെ എവിടെ? പള്ളിയിൽ പോയിരിക്കുക. ചേട്ടാ ശോശാമേ, സൺഡേ സ്കൂളെന്നോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ടിപ്പോ. കേട്ടോ ബാബു, പഴയതുപോലല്ല. നമ്മുടെ പള്ളിയൊക്കെ അങ്ങ് തെളിഞ്ഞു പോയി. ചേട്ടത്തിക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ആ, കുറച്ച് തുണികളും ബിസ്ക്കറ്റും. അപ്പോ ഞങ്ങളും എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾക്ക് തരണമല്ലോ. ബാബുവേ, ഒരു ബീഡി വന്നേ. സുഹൃത്തുരാജ, നീ ശോശാമ്മയുടെ അപ്പനുമായി പൊരുത്തപ്പെട്ടു.
ഇത്രയൊക്കെ ഉള്ളടാ നല്ല കുടുംബത്തിലെ പെമ്പിള്ളേരെ മോഷ്ടിക്കുന്നതാണ് ലാഭം. ഇതെന്താണെന്നറിയാമോ? നിങ്ങളുടെ മിന്ന് അന്ന് ശോശാമ്മയുടെ അപ്പൻ പൊട്ടിച്ചെറിഞ്ഞതാ. ബാബു ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കും. നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കുക, നീ തിന്നില്ലേലും അവളെ തീറ്റിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വാ ഗോപാല, അന്നക്കുട്ടിയെ കാണണ്ടേ? നിങ്ങൾ ചെന്നാട്ടെ, എനിക്ക് ഈ വണ്ടി തന്നെ ഇരിക്കുന്ന ആ സുഖം. മോനെന്നെ അറിയാമോ? അറിയാം. ആരാ? അമ്മച്ചി. എന്റെ പിന്നെ ഒന്നുകൊണ്ട് വന്നേ. ഇവിടെ ആരൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വന്ന ഉടനെ സ്വീകരിക്കാൻ മോനോട് ഉണ്ടായിരുന്നു. ഇവനെങ്ങനെ ആരോടും ഇണങ്ങാത്തവനാ. ചോദിച്ചോട് എന്തൊരടുപ്പം. അതെ, ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. ആരാണ്? വിരുന്നുകാരാണ്. ബാബു ശോശാമ്മ. മതി, അത്രയും പറഞ്ഞാ മതി. അത്രമാത്രം ഇതിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. വന്ന കാലം നിൽക്കുന്നുണ്ടാ ഇരുന്നട്ടെ. മോന്റെ പേരെന്താ? ജോയ്. ജോയിച്ച ഇതാരാണെന്നറിയാമോ? അറിയാം. ആര്? അമ്മച്ചി. അപ്പൊ ഞാനോ? മമ്മി. ഈ അങ്കിളിനെ മോനറിയോ? അറിയാം. അത് ബാബു ഒരു ബുദ്ധി പ്രയോഗിച്ചതാ. അവൻ അപ്പച്ചനാണെന്നോ മറ്റോ പറഞ്ഞേക്കെന്ന് വിചാരിച്ച് അങ്കിൾ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ കുട്ടി, നീ നാണിക്കൊന്നും വേണ്ട കേട്ടോ ബാബു. എന്റെ ഭാര്യ വലിയ ഹൃദയമുള്ളവളാണ്. അവൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പടം വരപ്പും കള്ളെഴുത്ത് കൊടുപ്പും എല്ലാം. മോൻ എന്തിനാ ചിരിക്കുന്നേ? എനിക്കെല്ലാം അറിയാം. അന്നക്കുട്ടി, നീ ഇങ്ങനെ നോക്കിയിരുന്നല്ലോ, പോയി കാപ്പിയിട്. എടി കൊച്ചേ, തിടുക്കമൊന്നുമില്ല. ഞങ്ങൾ വിരുന്നുകാരൊന്നുമല്ല, വീട്ടുകാരാ. ഉടനെ പോകാനിട്ട് നിശ്ചയിച്ചിട്ടുമില്ല. പോകാൻ തുടങ്ങിയാലും നിങ്ങൾ അങ്ങനെ അയക്കോ ഇല്ല. അല്ല, കുഞ്ഞുവച്ചന്റെ വീട്ടിലെ 1-2 മാസം ഒളിച്ചു താമസിച്ചിട്ട് ഞങ്ങളെ അറിയിക്കാറുന്ന മിടിക്കുകയും മിടുക്കലല്ലേ നിങ്ങള്? പൊടി, നിന്റെ എഴുത്തിന് ഞാൻ മറുപടി അയച്ചു. പിന്നെന്താ നീ എനിക്ക് എഴുതാഞ്ഞത്? ഞാൻ ഈ തിടുക്കത്തിലായിരുന്നു എന്നെ കുട്ടി. കത്തെഴുതാനുള്ള സാവകാശമൊന്നും എനിക്ക് കിട്ടിയില്ല. ആ, അതിരിക്കട്ടെ, നിന്റെ മോൻ എത്ര വയസ്സായി? 5 വയസ്സായി. ഒരു മോൻ മതിയൊടി. പിന്നെന്താ പ്രസവിക്കാത്തത്? ഞാൻ പ്രസവിക്കില്ല ശോശാമ്മ. ഓ, ജോയിയുടെ പ്രസവത്തിന് അത്രയേറെ വിഷമങ്ങളുണ്ടായിരുന്നു. എന്റെ മോനെ ഞാൻ പ്രസവിച്ചതല്ല. നിന്നിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറെ നാളായിട്ടും എനിക്ക് ഗർഭമുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂരിലുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഡോക്ടറുടെ നഴ്സിംഗ് ഹോമിൽ എന്നെ കൊണ്ടുപോയി. എല്ലാ പരിശോധനകൾ നടത്തിയിട്ടും ഞാൻ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ ദുഃഖം കണ്ട് ആ ഡോക്ടർ അവിടുത്തെ തൂപ്പുകാരി എടുത്ത് വളർത്തേണ്ട ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. അതാണ് എന്റെ ജോയ് മോൻ. പിന്നീട് ആ ഡോക്ടർ വാർ സർവീസിൽ ചേർന്നു. അദ്ദേഹം യുദ്ധരംഗത്ത് വെച്ച് മരിച്ചു.